പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. കൊടും ഭീകരനായ ബാബു ബജരംഗിയുടെ പേരുപയോഗിച്ചപ്പോ പൊള്ളി. ആർക്ക് പൊള്ളി? ബജരംഗ ദളിന് പൊള്ളി. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഭീകരനെന്ന് താങ്കൾ പറഞ്ഞ സുപ്രീം കോടതിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യ വിധി കോട്ട് ചെയ്ത ഡോക്ടർ അരുൺ, അപ്പോൾ ഏത് കോടതിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്? കൊടും ഭീകരനെന്ന് താങ്കൾ ഒരു നരോദ പാട്ടിയ കേസിൽ ഇപ്പോഴും അദ്ദേഹം കുറ്റവാളിയാ. ജാമ്യത്തിലാണെന്നേ ഉള്ളൂ. ശരിയല്ലേ? കുറ്റവാളിയല്ലേ? 97 പേരെ കൊലപ്പെടുത്തുന്നതിൽ 70 പേരെ നേരിട്ട് വീട്ടിൽ പോയി അവരുടെ ഗ്യാസ് എടുത്ത് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 97 പേരുടെ കൊലപാതകത്തിന് കാരണമായ ബാബു ബജരംഗി എന്ന് പറയുന്ന കൊടും ഭീകരനല്ലേ? അതെ. ആണോ? അങ്ങനെയല്ല, ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞോണ്ട് നമുക്ക് കയറി ഇടപെട്ടല്ലോ. ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഈ ഗോത്ര സംഭവത്തിന്റെ, അതായത് ഈ നരോദ പാട്ടിയിലേക്കുള്ള വഴിയിലെ ഗോത്ര എന്ന് പറയുന്ന ഒരു സംഭവം നടന്നായിരുന്നു. ഒരു ട്രെയിനിനുള്ളിൽ വെറുതെ അങ്ങ് തീ പടർന്നതല്ല. അതുകൊണ്ട് അതിന്റെ മുഖ്യ സൂത്രധാരന്റെ പേര് ഫാറൂഖ് ഭാന എന്നാണ്. ഫാറൂഖ് ഭാന 2016 മെയ് 19 അയാളെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത. അതുകൊണ്ടെന്നല്ല, ഞാൻ പറയട്ടെ, ഗോത്രയിൽ 59 പേരുടെ മരണത്തിനിടയാക്കിയ തീവണ്ടി കത്തിക്കൽ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ ഫാറൂഖ് ഭാന 14 വർഷത്തിന് ശേഷമാണ് അറസ്റ്റിലായത്. ഈ സബർമതി എക്സ്പ്രസിന്റെ S6 കോച്ചിൽ മണ്ണെണ്ണയടക്കം എത്തിച്ച ഫാറൂഖിനെ കുറിച്ച് മിണ്ടാൻ പൃഥ്വിരാജിന് സമയമില്ല. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീത. മുഴുവനെ കുറിച്ച് ഡോക്യുമെന്ററിയാണോ? അല്ല, ഡോക്ടർ അരുൺ അതാ പറയുന്നത്, പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണെന്ന് വ്യക്തമാകുന്നത് ചെയ്യുമ്പോഴാണ്. സ്ത്രീകളെ അതിക്രൂരമായി ആക്രമിച്ച ഒരാളുടെ പേരിൽ സുജിയെ ഇങ്ങനെ അയാളെ ഞാൻ ന്യായീകരിച്ചോ? ഇല്ലല്ലോ. ന്യായീകരിച്ചോ? ഇപ്പൊ കോമ്പൻസേറ്റ് ചെയ്യാൻ മറ്റൊരാളുടെ പേര് കൊണ്ടുവരുന്നു. കോമ്പൻസേറ്റ് ചെയ്യാനല്ല, അതിന് മുൻപ് നടന്ന സംഭവത്തിലെ മറ്റൊരു ഭീകരന്റെ ഞാൻ ഫാറൂഖിനെ കുറിച്ച് പൃഥ്വിരാജിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതാണ് പൃഥ്വിരാജിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മാത്രം നോക്കിയതായതുകൊണ്ടാണ് അതിനെ എതിർത്തത്. ചരിത്രത്തെ വളച്ചൊടിക്കാൻ നോക്കി. ചരിത്രത്തെക്കുറിച്ച് വസ്തുതകൾ യഥാർത്ഥമായിരിക്കണം, അല്ലെങ്കിൽ എതിർക്കപ്പെടും. സുജയ, അതിനുശേഷം നടന്ന അഹമ്മദാബാദ് റൈറ്റിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് ശേഷം നടന്ന അഹമ്മദാബാദ് റൈറ്റ് തുടക്കം എവിടെയാണെന്നുള്ളത് മറന്നു പോകുന്നു. ജസ്റ്റിഫൈ ചെയ്യാണോ സുജയ? തുടങ്ങിയത് എവിടെയാണ്? ഞാൻ ജസ്റ്റിഫൈ എന്ന് പറയുന്നത് താങ്കൾ മിസ് റെപ്രസെന്റേഷൻ ആണ്. താങ്കൾ പറയണം. അഹമ്മദാബാദ് റൈറ്റ് ഞാൻ പറഞ്ഞത് ഗോത്ര സംഭവം തുടങ്ങുന്നത് ആരെങ്കിലും ഗോത്ര സംഭവത്തെ ന്യായീകരിച്ചിട്ടുണ്ട്? ന്യായീകരിക്കരുത്. എന്തെന്നും അത് ഈ പറയുന്നത് ന്യായീകരിക്കരുത്. മറന്നുകൊണ്ട് തൊട്ടടുത്ത നരോദ പാട്ടിൽ നിന്നാണ് ചരിത്രം തുടങ്ങുന്നത്. ഗോത്ര സബർമതി എക്സ്പ്രസ് S6 കോച്ച് മറക്കുന്ന ഇതേ സംവിധാനം തന്നെയാണ് ബാബു ബജരംഗിയെ കുറിച്ച് പറയുമ്പോൾ സുജയ്ക്ക് പൊള്ളും. ബാബു ബജരംഗിയെ കുറിച്ച് പറയുമ്പോൾ പൊള്ളും. കാരണം കൂടെ നിൽക്കുന്നത് ബാബു ബജരംഗി മായാകോട്നി എന്ന് പറയുന്ന BJPയുടെ മന്ത്രിയാണ്. BJPയുടെ മന്ത്രി മായാകോട്നി ഈ പറയുന്ന ബാബു ബജരംഗിക്ക് 6 തവണ ജാമ്യം കൊടുത്തത് ഇതേ സർക്കാരാ. ആ 6 തവണ കൊടുത്ത മാത്രമല്ല, ഇഷാ ജഹാൻ കേസുണ്ടല്ലോ, 3 പ്രധാനപ്പെട്ട കേസുകളിൽ, ബെസ്റ്റ് ബേക്കറി കേസിലടക്കം ആരാ പുറത്തുവിട്ടത്? ഏത് സർക്കാരാ പുറത്തുവിട്ടത്? ഒടുവിൽ എന്തുകൊണ്ടാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട്, കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നിട്ട്, ക്രൂരമായി ഒരു ഗർഭിണിയെ ബലാത്സംഗം ചെയ്തിട്ട്, എന്നിട്ട് എന്ത് സംഭവിച്ചു ആ പ്രതികൾക്ക്? ആരാ മാലയിട്ട് സ്വീകരിച്ചത്? എനിക്കിഷ്ടം നായി നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നായിക്കോലം കെട്ടിയാ കുറയ്ക്കണോന്നുണ്ട് പഴഞ്ചൊല്ല്. നായിന്റെ മോനെ നായേന്ന് വിളിച്ച നായിക്കൊണ്ടോ നാണം എന്നും ഉണ്ട് ഒരു പഴഞ്ചൊല്ല്. നായിന്റെ മോനെ എന്നൊരു പഴഞ്ചൊല്ലിൽ. ആരാ മാലയിട്ട് സ്വീകരിച്ചത്? അവർക്ക് പൊള്ളും സാർ. ആ സിനിമ കാണുമ്പോ പൊള്ളും. ആ യാഥാർത്ഥ്യം വരുമ്പോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ യാഥാർത്ഥ്യം കാണുമ്പോ പൊള്ളും. ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരു സിനിമ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിനെ സിനിമയായി കാണാൻ പഠിക്കുക എന്നുള്ള മിനിമം ഒരു സാമാന്യ മര്യാദയുണ്ട്. അതിനെ തുടർന്നൊരു വലിയ ഭീതിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. നിങ്ങൾക്കറിയാമോ, നമ്മൾ കേരള സ്റ്റോറി വിമർശിക്കുന്ന സമയത്ത് അതിലെ നായക നടന്റെ പേര് സ്മൃതിക്കറിയാമോ? സുജയ്ക്കറിയാമോ? എനിക്കറിയില്ല. ആൻഡ്രോയ്ക്കറിയില്ല. ഇത് കാണുന്ന ഒരു പ്രേക്ഷകനും അറിയില്ല. അതിലെ നടിയുടെ പേരറിയാമോ? അവരെ ആരെങ്കിലും നമ്മൾ വ്യക്തിപരമായി വേട്ടയാടിയോ? അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തോ? ഇന്ന് സുജയ മോഹൻലാലിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തില്ലേ? കേരള സ്റ്റോറി എന്ന സിനിമയിൽ ഏതെങ്കിലും ഒരു നടന്റെ വിശ്വാസ്യത ഈ പൊതുസമൂഹത്തിൽ ആരെങ്കിലും ചോദ്യം ചെയ്തോ?
പൊന്നോ ഒടുക്കത്ത അഭിനയം. എന്തുകൊണ്ടാ? മാന്യതയുണ്ട്, വിമർശനത്തിന് അതിൻ്റെതായ രീതിയുണ്ട്. മാന്യതയുണ്ട്, വിമർശനത്തിന്റെ ഒരു രീതി, ഈ ശാസ്ത്രമുണ്ട്. അതാണ് വ്യക്തിപരമായ പരാമർശം നടത്തുകയാണ്. ഒബ്ജക്ഷൻ പറയൂ, താങ്കൾ പറയൂ. കേരള സ്റ്റോറിയിൽ ഏതെങ്കിലും എന്റെ ഡിഗ്നിറ്റിയെ ഹർട്ട് ചെയ്യാൻ ഡോക്ടർ അരുൺ ഒരു അവകാശവുമില്ല. ഞാൻ താങ്കളുടെ ഡിഗ്നിറ്റി ഒന്നല്ല, താങ്കളുടെ അഭിപ്രായങ്ങളോടാണ് എനിക്ക് വ്യക്തിപരമായ ഒരു വിയോജിപ്പുമില്ല. താങ്കളുടെ ആശയങ്ങളെ ഈ നിമിഷം ബാബു ബജരംഗി എന്ന പേര് പറഞ്ഞപ്പോൾ താങ്കളുടെ അസ്വസ്ഥതയെ ഞാൻ പറഞ്ഞു. ബാബു ബജരംഗി എന്ന 97 പേരെ ചെയ്ത ഒരു കൊടും ഭീകരനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ താങ്കൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹം കാണും. കാണുന്നുണ്ട്. ഞാൻ എന്തിനാ പറയുന്നത്? ഈ സിനിമയിൽ പൃഥ്വിരാജ് ഈ സംഭവങ്ങളെ മുഴുവൻ ഡോക്യുമെന്റ് ചെയ്തില്ല എന്നതാണ് ആ വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നു, ഞാനത് മനസ്സിലാക്കുന്നു. ഇനി അതൊരു സിനിമയാണ് എന്ന മിനിമം കോമൺ സെൻസിൽ ആ സിനിമയെ സമീപിക്കണമായിരുന്നു. അത് സുജയ ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമയെ കുറിച്ചാണ്. പൃഥ്വിരാജ് ചെയ്തില്ലെന്നാ പറഞ്ഞത്. പൃഥ്വിരാജ് എന്തുകൊണ്ട് ഈ ഭാഗം മനഃപൂർവ്വം ഒഴിവാക്കിയത്? സിനിമയുടെ തിരക്കഥാകൃത്ത് എന്തെഴുതണം എന്ന് സുജയുടെ തിട്ടൂരം വേണ്ട. തിട്ടൂരം വേണ്ടെങ്കിലും മുരളി ഗോപി പൃഥ്വിരാജ് ഇപ്പൊ ഇരുന്ന് എഡിറ്റ് ചെയ്യും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമ പ്രവർത്തകരുടെ അവകാശങ്ങൾ ഓരോ നിമിഷവും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഫ്രീഡം ഇൻഡെക്സ് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് അതിവേഗം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നോക്കൂ, താങ്കൾ സിനിമയിലൊരു ആടിക്കാരനായി വില്ലൻ വന്നപ്പോ സിനിമയ്ക്ക് 17 കട്ട് വേണമെന്ന് പറഞ്ഞത് എവിടെ? ഇതൊരു നടക്കി പോണ ലക്ഷണം. ആര് പറഞ്ഞു കട്ട് ചെയ്യാം സാർ എന്ന് പറഞ്ഞത്? ആരാണെന്നുള്ളത് പുറത്തു വരുമല്ലോ. കട്ട് ചെയ്യിപ്പിക്കാമെന്ന് സുജയ ആനന്ദിക്കുന്നത്, ഞാൻ ആനന്ദിക്കുന്നത് എന്റെ ഇഷ്ടം. മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു സിനിമയിൽ കത്രിക വീഴുമ്പോഴല്ല. ആരോഗ്യപരമായ ചർച്ച പൊതുസമൂഹത്തിൽ നടക്കുമ്പോഴാണ് സുജയ ആ സിനിമയെ കുറിച്ചുള്ള നിരൂപണം. ഒരു സിനിമയുടെ പുറത്ത് കത്രിക വീഴണമെന്ന് ആഗ്രഹിക്കുന്നത്, ഒരു സിനിമയുടെ പുറത്ത് കത്രിക വീഴണമെന്ന് ആഗ്രഹിക്കുന്നത് ജനാധിപത്യത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഒരു രീതിയല്ല. സ്വാതന്ത്ര്യത്തെ താങ്കൾ അംഗീകരിക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യം താങ്കളുടെ ഫ്രെയിമിൽ നിന്ന് ഞാൻ നടത്തണമെന്നാണെങ്കിൽ അത് നടക്കില്ല സാർ. ഞാൻ ജീവിതകാലത്ത് നന്നാവില്ല. അങ്ങനെയാണോ പറഞ്ഞത്? ഇന്ത്യയുടെ ഫ്രീഡം ഇൻഡെക്സ് എത്രയാ? പ്രസ് ഫ്രീഡം നടക്കില്ല സാർ. ഡോക്ടർ അരുൺ എന്റെ ചോദ്യത്തിന് ഉത്തരം തരാമോ? ഉത്തരം പറയുന്നത് എന്റെ സമയം കഴിയട്ടെ. അപ്പൊ ഉത്തരവില്ലെങ്കിൽ അവിടെ നിർത്തട്ടെ. ഉത്തരവില്ല. അതുകൊണ്ട് എന്റെ പൊന്ന് സാറേ, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കരയിടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം. ഉത്തരമില്ലെങ്കിൽ സുജയ നിൽക്കും. ഉത്തരമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ചോദ്യം ചോദിച്ചും ഉത്തരം പറഞ്ഞും പോവാം. ഇനി തൽക്കാലം ഇത്രയും മതി. വരട്ടെ.